ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ അനുമോദിച്ച് ആശീർവദിച്ച് സംസാരിക്കുന്നതിനും അവർക്ക് സമ്മാനദാനം നിർവഹിക്കുന്നതിനുമായി ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റോഷി അഗസ്റ്റിൻ 15ാം കേരള നിയമസഭയിലെ ജലസേചന വകുപ്പ് മന്ത്രിയാണ് ശ്രീ റോഷി അഗസ്റ്റിൻ. ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 5ാം തവണ നിയമസഭയിലെത്തി. സ്കൂൾ തലം മുതൽ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു ഇദ്ദേഹം. ഇടക്കോളി ഗവൺമെന്റ് ഹൈസ്കൂൾ പാർലമെന്റ് നേതാവായി രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിച്ചു. നിലവിൽ കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറിയാണ്. എക്കാലവും പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ സന്തത സഹചാരിയായ ശ്രീ റോഷി അഗസ്റ്റിന് ബ്രില്യന്റിന്റെ മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. ബഹുമാന്യരെ, വളരെയേറെ സന്തോഷം അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണ്. ഞാനിവിടെ വരുമ്പോൾ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒട്ടേറെ പ്രശസ്തരോട് എത്തിച്ചേരാനായിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രീ മാണി സി കാപ്പൻ MLA-യും മുൻ പ്ലാനിംഗ് ബോർഡ് മെമ്പറായ ശ്രീ CP ജോൺ ഉൾപ്പെടെ പ്രിയപ്പെട്ട ബഹുമാനിതരായിട്ടുള്ള ഒട്ടേറെ ആൾക്കാർ ഇതിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ എത്തി ചേർന്നിട്ടുണ്ട്. ഞാൻ സുദീർഘമായ ഒരു പ്രസംഗത്തിന് വേണ്ടി നിൽക്കുകയല്ല. ബ്രില്യൻറ്റുമായിട്ടുള്ള അടുത്ത ബന്ധം സ്റ്റീഫൻ സാറോട് സൂചിപ്പിച്ചു. 1984 പാലായിൽ ആരംഭിച്ച ഒരു ചെറിയ ട്യൂഷൻ സെൻ്റർ 87 10 കുട്ടികൾക്ക് വേണ്ടി ഒരുപക്ഷെ ട്രെയിനിങ് അല്ലെ പ്രവേശന പരീക്ഷകളിൽ കോച്ചിങ് എന്ന നിലയിൽ ആരംഭിച്ചൊരു സ്ഥാപനം ഇന്ന് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു വലിയ സംരംഭമായി മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ രംഗത്ത് നൽകുന്ന പരിശീലനത്തിന് മറ്റൊരിടം തേടേണ്ടതില്ല എന്ന് കാണാൻ കഴിയത്തക്ക വിധത്തിൽ പടർന്ന് പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള എല്ലാ എക്സാമിനേഷനുകളും പ്രവേശന പരീക്ഷകളിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ സജ്ജരാക്കി രംഗത്ത് കൊണ്ടുവരാൻ അതിൻ്റെ ആദ്യ റാങ്കിങ്ങിൽ തന്നെ വലിയ തോതിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ 85%, 75% എല്ലാം മെഡിക്കൽ എഞ്ചിനീയറിംഗ് രംഗത്ത് ബ്രില്യൻറ്റിലെ താരങ്ങൾക്കായി മാറ്റിവെക്കാൻ കഴിയത്തക്ക വിധത്തിൽ ഗുണമേന്മയുള്ള പരിശീലനവും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ബ്രില്യൻറ്റിന് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവിധമായ ആശംസകളും നേരട്ടെ. ഇന്ന് മെഡിക്കൽ രംഗത്ത് വിക്ടറി ഡേ എന്ന നിലയിൽ ഇത് ആഘോഷിക്കുമ്പോൾ 2000-ലധികം കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു വലിയ സദസ്സാണിത്. ഇത് ഒരു വലിയ നേർക്കാഴ്ചയാണ്. 1 ലക്ഷത്തിലേറെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികളായി മാറിയ കുട്ടികളെ വളർത്തിയെടുത്തൊരു സ്ഥാപനത്തിൻ്റെ പിൻതലമുറക്കാരായി ഇതിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ തലങ്ങളിലെല്ലാം വലിയ നേതൃത്വം വളർത്തിയെടുക്കാൻ ഈ സ്ഥാപനത്തിലൂടെ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഞാൻ അസുദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യൽ, പാവപ്പെട്ടവരെ സഹായിക്കുന്നു, സഹായം ആവശ്യമുള്ളവർക്ക് പഠിച്ചു വളരാനുള്ള അവസരം ഒരുക്കുന്നു, നല്ല നിലയിൽ പ്രഗത്ഭരായ അധ്യാപകരും അതോടൊപ്പം ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും നല്ല ഹോസ്റ്റൽ സൗകര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഭാഗമായി തന്നെ പാലായിലുണ്ട്. മുത്തോലി എന്ന ഗ്രാമത്തെ വിളിച്ചുണർത്താൻ കഴിയത്തക്ക വിധത്തിൽ ഒരു ഗ്രാമാന്തരീക്ഷത്തെ വലിയ ഒരു ടൗൺഷിപ്പിൻ്റെ ഭാഗമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞ ഒരു വലിയ സംരംഭമായി അത് നിലനിൽക്കുന്നു. എല്ലാവിധ സന്തോഷവും രേഖപ്പെടുത്തുന്നു. സെബാസ്റ്റ്യൻ സാറും ജോർജ് സാറും സ്റ്റീഫൻ സാറും സന്തോഷ് കുമാറും എല്ലാം ഇതിൻ്റെ ഭാഗമായി ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ നാടും സമൂഹവും കേരളവും മാത്രമല്ല ഇന്ന് അമേരിക്കയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന ഒരു സ്ഥിതിവിശേഷം കാണാനായിട്ട് സാധിക്കുന്നു. കോവിഡ് എന്ന മഹാമാരിയുടെ കാലത്ത് പോലും ഇത്തരം എൻട്രൻസ് പ്രവേശന പരീക്ഷകളിൽ പരിശീലനം കിട്ടാൻ ആഗ്രഹിച്ച വിദ്യാർത്ഥികൾക്ക് തടസ്സം നേരിട്ടപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഇത് വളരെ വിജയപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തക്ക വിധത്തിൽ രാജ്യത്തുണർന്ന് പ്രവർത്തിച്ചൊരു സ്ഥാപനമായി ബ്രില്യൻറ്റ് നിലകൊണ്ടു. എല്ലാ ആശംസകളും നേരട്ടെ. മെഡിക്കലും സമൃദ്ധമായി വളർന്നു വന്ന വിദ്യാർത്ഥികളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അവരുടെ രക്ഷിതാക്കളെ, അവരെ പരിശീലിപ്പിച്ച അധ്യാപകരെ എല്ലാം ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ അവസരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാവിധമായ ഭാഗങ്ങളും നേർന്നുകൊണ്ട്
ഏറെ സന്തോഷത്തോടു കൂടി എൻ്റെ വാക്ക് ഞാൻ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. അഭിനവ് സുനിൽ പ്രസാദ്. കോഴിക്കോട് സ്വദേശിയായ അഭിനവ് സുനിൽ പ്രസാദ് ഡോക്ടർ ദമ്പതികളായ സുനിൽ പ്രസാദ് RSന്റെയും വിനീത VSന്റെയും മകനാണ്. നീറ്റ് പരീക്ഷയിൽ 715 മാർക്കോടെ ഓൾ ഇന്ത്യ തലത്തിൽ 82ാം റാങ്ക് കരസ്ഥമാക്കി. അഭിനവിനെ 10 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമന്റോയും നൽകി ആദരിക്കുന്നു. അഭിനവ് സുനിൽ പ്രസാദ് 720ൽ 715 മാർക്ക് കരസ്ഥമാക്കി 10 ലക്ഷം രൂപ ഗോൾഡ് മെഡൽ മെമന്റോ ഏറ്റുവാങ്ങുന്നു അഭിനവ് സുനിൽ പ്രസാദ്. മഞ്ജിമ B. തിരുവനന്തപുരം സ്വദേശിനി മഞ്ജിമ B 712 മാർക്കോടെ 127ാം റാങ്കാണ് നീറ്റ് 2024 കരസ്ഥമാക്കിയത്. ഇലക്ട്രീഷ്യനായ ബിജു കെയുടെയും നിഷ വിജയുടെയും മകളായ മഞ്ജിമയെ 3 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ഗോൾഡ് മെഡലും മെമന്റോയും നൽകി ആദരിക്കുന്നു. മഞ്ജിമ B 720ൽ 712 മാർക്കുമായി ഓൾ ഇന്ത്യ റാങ്ക് 127, 3 ലക്ഷം രൂപ ഗോൾഡ് മെഡൽ മെമന്റോ കരസ്ഥമാക്കുന്നു മഞ്ജിമ B. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.